അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സി വി രാമനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സയൻസിലുള്ള ആഗ്രഹങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പരീക്ഷണ ഗവേഷണങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ് രാമൻ എഫക്റ്റ് എന്ന് പറയുന്ന പ്രകാശ കിരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. 1928 ഫെബ്രുവരി 28 അദ്ദേഹം ഈ ഒരു തൻ്റെ അനുഭവത്തിലൂടെ തെളിയിക്കുന്നത്, ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഉനോനെ അപ്പിനെ തജ്രിബോങ്കി മദസെ, തൻ്റെ അനുഭവ സമ്പത്തിൻ്റെ സഹായത്തോടു കൂടെ. മനസ്സിലായോ? 1928 ഫെബ്രുവരി 28 തൻ്റെ അനുഭവ സമ്പത്തിൻ്റെ സഹായത്തോടുകൂടെ, അനുഭവത്തിൻ്റെ ആ ഒരു പരിജ്ഞാനത്തോടുകൂടെ സാബിത്ത് കരുതിയ ഇത് സ്ഥിരമാക്കി. എന്താണ്? കെ റോഷനിക്ക് കിരണേ, ഈ പ്രകാശങ്ങളുടെ കിരണങ്ങൾ, പ്രകാശരശ്മികൾ. നമ്മൾ പ്രകാശം അങ്ങനെ അടിച്ചു വരൂല, രശ്മിയായിട്ട് നമ്മൾ ഇങ്ങനെ ഓരോരോ രശ്മി ഇറങ്ങി. മനസ്സിലായില്ലേ? നമ്മൾ റെയിൻബോ ഒക്കെ കണ്ടിട്ടില്ലേ? വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള എന്നതുപോലെ പലതും നമ്മൾ കണ്ണിലൊക്കെ നേരെ നമ്മൾ സൂര്യപ്രകാശത്തേക്ക് നോക്കിയാൽ രശ്മികൾ ഇങ്ങനെ തറക്കണ പോലെ നമ്മൾ നോക്കും. സൂര്യപ്രകാശം നേരിട്ട് കറക്റ്റ് നമുക്ക് നോക്കാൻ കഴിയൂല, ഇപ്പോൾ ഉച്ചക്കൊന്ന് പ്രത്യേകിച്ച് അല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ കാണുന്ന ഈ രശ്മികൾ ഉണ്ടല്ലോ, പ്രകാശരശ്മികൾ, അത് പൊതുവെ ലഹറോൻസേനഹി, അത് തരംഗങ്ങൾ കൊണ്ടല്ല ഉണ്ടാവുന്നത്. തരംഗം എന്ന് പറഞ്ഞാൽ വേവ്. വേവ് നിങ്ങൾ അറിയാലോ, തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 ഈ പോക്കിനാണ് തരംഗം എന്ന് പറഞ്ഞാൽ. വളഞ്ഞ പുളഞ്ഞൊക്കെ ഉള്ള പോക്കിനൊക്കെയാണ്, ആ രീതിയിലാണ് തരംഗങ്ങൾ സഞ്ചരിക്കുക. മനസ്സിലായോ? അപ്പൊ തരംഗങ്ങൾ കൊണ്ടല്ല ശരിക്കും ഈ പ്രകാശരശ്മികൾ ഉണ്ടാകുന്നത്, മറിച്ച് ദർറാസേ ബനിയോതിഹെ, ഒരുപാട് മോളിക്യൂൾസുകളിലൂടെയാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ രശ്മികൾ ഉണ്ടാകുന്നത്, പ്രകാശത്തിന്റെ രശ്മികൾ ഉണ്ടാകുന്നത് മോളിക്യൂൾസുകളിലൂടെയാണ്. മോളിക്യൂൾസ് പറഞ്ഞാൽ തന്മാത്രകൾ. ആറ്റത്തേക്കാൾ ഒരുപാട് ആറ്റങ്ങൾ കൂടിയ സാധനമാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. തന്മാത്രകൾ എന്ന് പറയും. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആണ്, ചെറിയ ചെറിയ സാധനങ്ങൾ കൂടി കൂടി ആ ഒന്ന് വലിയത ഒന്നായി മാറുക. മനസ്സിലായോ? അപ്പോൾ എന്ത് സാധനമാണ് എന്തുണ്ടാകും? ആറ്റങ്ങളൊക്കെ ഉണ്ടാകും, തന്മാത്രകളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രകാശങ്ങളിലൊക്കെ ഉണ്ടാവും, കിരണങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു തന്മാത്രകൾ എന്ന് പറഞ്ഞ ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ കൂടി ചേർന്ന സാധനമാണ് ഇത് തന്മാത്രകൾ. ഈ തന്മാത്രകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? പ്രകാശ രശ്മികൾ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കാണുന്ന ലൈറ്റ് തന്നെ കുറച്ച് കൂടുതൽ എന്ത് ചെയ്യും? അത് ചിന്നിച്ചിതറി പല രീതിയിലായി മാറും. മനസ്സിലായോ? അല്ലാതെ ആ ലൈറ്റിനെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ചിന്നിച്ചിതറുന്ന ചില ചില ഭാഗങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? സയൻസ് കി ദുനിയാമേ ഏക് ബഡി ഖോജ്. സയൻസിൻ്റെ ദുനിയാവിൽ എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ ആ ഒരു ലോകത്ത്, സയൻസ് ലോകത്ത്, സയൻസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആ ഒരു മേഖലയിൽ ഏക് ബഡി ഖോജ്, ഇതൊരു വളരെ വലിയ ഒരു കണ്ടെത്തലായിരുന്നു. ഇത് വളരെ വലിയൊരു കണ്ടെത്തലായിരുന്നു. രമൻ കെ ഉസ് അസീം കാമിയാബി പർ 1929 में हुकूमत बर्तानिया ने उन्हें सर का खिताब दिया. അപ്പോൾ രമണിൻ്റെ ഈ ഒരു അസീം കാമിയാബ്, ഈ ഒരു വലിയ വിജയത്തിൻ്റെ മേൽ, ഇതൊരു ഭയങ്കര വിജയമാണ്, കണ്ടെത്തലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1929 ബ്രിട്ടൻ ഗവൺമെൻറ് അദ്ദേഹത്തിന് സർ എന്നുള്ള ഒരു പദവി നൽകി. സർ സി വി രാമൻ എന്നായി. നേരത്തെ സി വി രാമൻ എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം എന്തായി? സർ സി വി രാമൻ എന്നുകൂടി ഒരു പദവിയായിട്ട് കൊടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ്. 1930 ദുനിയാക്കെ സബ്സെ ബഡ ഇനാം, ദുനിയാവിലെ ഏറ്റവും വലിയ ഇനാമായ ഈ ഐഹിക ജീവിതത്തിൽ അല്ലെങ്കിൽ മരണത്തിന് മുമ്പുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്ന, നാം നേടിയെടുക്കേണ്ട, അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു സമ്മാനമാണ് നോബൽ സമ്മാനം എന്ന് പറയുന്നത്. പ്രശസ്തന്മാർക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ് നോബൽ സമ്മാനം. അപ്പോൾ ആ ഒരു നോബൽ സമ്മാനം അദ്ദേഹത്തിന് നവാസാഗയ നൽകപ്പെട്ടു. 1930 അദ്ദേഹത്തിന് ഏറ്റവും വലിയ സമ്മാനമായ
നോബൽ സമ്മാനം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. ബച്ചോ കുട്ടികളെ, തുമയെ സുൻകർ താജ് പോകാം, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് അത്ഭുതം ഉണ്ടാകും അല്ലേ? എന്താണ് അത്ഭുതം എന്നല്ലേ? ഉനോനെ ഏ കാമിയാബി, അദ്ദേഹം ഈ ഒരു വിജയങ്ങളൊക്കെ സിർഫ് 300 രൂപയ്ക്ക് ആലാത് സെ തജ്രിബ കർക്കെ ഹാസിൽ കി, വെറും 300 രൂപയ്ക്ക് ആലാത്ത്, 300 പറഞ്ഞാൽ 300 രൂപയുടെ ആലാസെ ആയുധങ്ങൾ കൊണ്ട്, ഉപകരണങ്ങൾ കൊണ്ടാണ്, തജ്രിബ കർക്കെ അതൊക്കെ പരീക്ഷിച്ചുകൊണ്ട്, അതൊക്കെ ഉപയോഗിച്ച് അനുഭവ സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഹാസിൽ കി കരസ്ഥമാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 300 റുപ്യ കൊണ്ടുള്ള സാധനങ്ങൾ ഉപകരണങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് മൂപ്പര് ഈ പരീക്ഷണമൊക്കെ ചെയ്തത്. അങ്ങനെയാണ് മൂപ്പര് ഈ വലിയൊരു നോബൽ സമ്മാനവും വലിയൊരു സർ എന്നുള്ള പദവിയൊക്കെ നേടുന്നത് നടത്തും. ഒരുപാട് പൈസക്കും കൂടി ചിലവുണ്ടായിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ അത്രയും കൂടുതൽ പൈസ ചിലവില്ലാതെ ഇങ്ങനെ വലിയൊരു സമ്മാനം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് മെയിൻ എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൂടുതൽ വർക്ക് ചെയ്തോ. വെപ്പൺസ് എന്ന് പറയുന്ന ആയുധങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി അവിടെ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ 300 റുപ്യേൻ്റെ സാധനങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം അനുഭവ സമ്പത്തിൽ നിന്നും ഒരുപാട് പരീക്ഷ നിരീക്ഷണങ്ങളൊക്കെ നേടി. അദ്ദേഹം അങ്ങനെയാണ് അതൊക്കെ പരീക്ഷിച്ച് 300 രൂപേൻ്റെ മുതലുകൊണ്ട് സമ്പത്തുകൊണ്ടാണ്, ആ ആയുധങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു വലിയ വിജയം നേടിയതെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഷോർട്ട് നിങ്ങൾ എഴുതി വരും കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.